ജയസൂര്യൻ ബി.ജെ.പി. നേതാവ് കൂടി തത്സമയം ചേരുകയാണ്. അതിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്നുണ്ട്. കിരൺ, എന്താണ് അപ്ഡേറ്റ് ഉള്ളത്? ഒരു എക്സിറ്റ് പോൾ ഫലം കൂടി വന്നിരിക്കുന്നു. പീപ്പിൾസ് പ്ലസ് എന്നാണ്, പീപ്പിൾസ് പൾസ് ആണ്, ക്ഷമിക്കണം. പീപ്പിൾസ് പൾസിന്റെ ഫലം അനുസരിച്ച് ബി.ജെ.പിക്ക് വലിയ വിജയമാണ്. അവിടെ മഹായുതിക്ക് 182 സീറ്റുകൾ നേടി അവർ വിജയിക്കുമെന്നുള്ള ആധികാരികമായ വിജയമാണ് പ്രവചിക്കുന്നത്. മഹാവികാസ് അഘാഡിക്ക് 97 സീറ്റുകൾ മാത്രമാണ്, മറ്റുള്ളവർക്ക് 9 സീറ്റാണ്. ഏറ്റവും കൂടുതൽ സീറ്റുകൾ നൽകിയിരിക്കുന്നത് ഇപ്പോൾ ഈ പീപ്പിൾസ് പൾസ് ആണ്. അവർ നൽകിയിരിക്കുന്ന അനുസരിച്ച് 182 സീറ്റുകൾ എന്ന് പറയുമ്പോൾ അത് വളരെ ആധികാരികമായ ഒരു വിജയമാണ്. 288 അംഗ നിയമസഭയിലേക്ക് 145 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. അതും കടന്ന് 182. മറ്റ് ഒരു സർവേയും ഇത്രയും വലിയൊരു ഫലം നൽകിയിട്ടില്ല. ഈ ഏജൻസിയെ സംബന്ധിച്ച് അങ്ങനെ മുൻകാലങ്ങളിൽ ഒരു വലിയ അല്ലെങ്കിൽ ഒന്നാം നിരയിൽ നിൽക്കുന്ന ഒരു ഏജൻസി അല്ല എങ്കിൽ പോലും അവർ നൽകിയിരിക്കുന്ന ഫലം അനുസരിച്ച് 175 മുതൽ 195 വരെ. ആദ്യം ഇവിടെ സിബി പറഞ്ഞിരുന്നു ഇങ്ങനെയുള്ള ഏജൻസികൾ നൽകുന്ന കണക്കുകൾ വിശ്വാസയോഗ്യം അല്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം അഭിപ്രായപ്രകടനം നടത്തിയതാണ്. എന്തായാലും 175 മുതൽ 195 സീറ്റുകൾ വരെയാണ് ഈ ഏജൻസി നൽകിയിരിക്കുന്നത്. കോൺഗ്രസിനാകട്ടെ 85 മുതൽ 112 സീറ്റുകൾ വരെ. മറ്റുള്ളവർക്കാണെങ്കിൽ കണക്കുകൾ 175, 195 ബി.ജെ.പി. അതെ, ഇതാണ് പീപ്പിൾ പൾസിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ശ്രീ ഡോക്ടർ ജി ഗോപകുമാർ, ഇതുവരെ ഏതെല്ലാം ഫലങ്ങൾ വന്നിട്ടുണ്ടോ അതെല്ലാം ബി.ജെ.പി. സഖ്യമാണ്, മഹായുതിയാണ് അധികാരത്തിലേറാൻ പോകുന്ന മഹാരാഷ്ട്രയിൽ എന്നാണ് പറയുന്നത്. ജാർഖണ്ഡിലും സമാനമാണ്. താങ്കൾ എങ്ങനെ കാണുന്നു ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ? ഹരിയാനയിലെ എക്സിറ്റ് പോൾ പ്രവചനത്തിന് ശേഷം പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ളവർ ഇതിനകത്ത് വാണിജ്യ താല്പര്യങ്ങൾ ഒരുപാടുള്ളത് കൊണ്ട് എക്സിറ്റ് പോളുകളെ പൂർണ്ണമായും അംഗീകരിക്കാത്തൊരു സാഹചര്യമുണ്ട് എന്നുള്ളത് ആദ്യമേ പറയട്ടെ. സാധാരണ എക്സിറ്റ് പോളുകൾ വരുമ്പോൾ നമ്മളതിൻ്റെ ആവറേജ് എടുത്ത് പോൾ ഓഫ് പോൾസ് എന്ന് പറഞ്ഞിട്ട് അതായിരിക്കും കൂടുതൽ സാധ്യത ഉണ്ടാകും എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ പോലും ഹരിയാനയിലെ വിധി തീർച്ചയായിട്ടും എക്സിറ്റ് പോളുകൾക്ക് ഘടകവിരുദ്ധമായിരുന്നു. കാരണം ഇന്ന് നിർഭാഗ്യവശാൽ അക്കാഡമിക് താല്പര്യത്തെക്കാൾ വ്യവസായിക താല്പര്യമുള്ളത് കൊണ്ട് എക്സിറ്റ് പോളുകൾ തന്നെ ഒരു വ്യവസായമായി മാറി എന്നുള്ളൊരു ഗതികേടിലാണ് നമ്മൾ നിൽക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഈ മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയത്തിൽ പൊതുവിൽ കാണുന്ന ഒരു സാഹചര്യം നോക്കുമ്പോൾ ഇവിടുത്തെ വിലയിരുത്തൽ എക്സിറ്റ് പോളുകൾ വന്ന റിസൾട്ടൊക്കെ ബി.ജെ.പിക്ക് ഒരുവിധം അനുകൂലമാണ്. എന്നാൽ വളരെ അറിയപ്പെടാത്ത ചില എക്സിറ്റ് പോളുകൾ ഏജൻസി മാത്രമാണ് തൂത്തുവാരിയുള്ള വിജയം ബി.ജെ.പിക്ക് 195 സീറ്റ് വരെയൊക്കെ പ്രവചിക്കുന്നത്. അതൊന്നും യാഥാർത്ഥ്യമാകാൻ വഴിയില്ല. പക്ഷേ തീർച്ചയായിട്ടും ബി.ജെ.പി. ഹരിയാനയുടെ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ അനുഭവത്തിൽ കുറച്ചുകൂടി നന്നായിട്ട് സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തി, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയേക്കാൾ തിരിച്ചടി ഉണ്ടായ മഹാരാഷ്ട്രയിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് ജയിക്കണമെങ്കിൽ കഠിനാധ്വാനം ചെയ്യണമെന്നുള്ള സാഹചര്യം അത് മനസ്സിലാക്കിയുള്ള പ്രവർത്തനം അവർ ചെയ്തു. പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യം കൂടുതലും മറാത്ത സഖ്യത്തിനെ കൂടുതൽ പിന്തുണയ്ക്കുകയും അങ്ങനെ മറാത്ത സമുദായത്തിൻ്റെ പിന്തുണയോടുകൂടി മറാത്ത വിഭാഗക്കാരുടെ പിന്തുണയോടുകൂടി ജയിക്കാനുള്ള സാഹചര്യത്തിന് വേണ്ടിയുള്ളൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് ഇന്ത്യ സഖ്യം നടത്തിയത്, മഹാവികാസ് അഘാഡി ചെയ്ത്. അതിന് ഘടകവിരുദ്ധമായി ബാക്കിയുള്ള വിഭാഗങ്ങളെയെല്ലാം ഒരുമിച്ച് കൊണ്ടുവരാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞു. ആ ശ്രമം വിജയിച്ചതായിട്ട് കുറച്ചൊക്കെ ഈ ബലങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ബി.ജെ.പിക്ക് മുൻതൂക്കം ലഭിക്കുന്നത്. അത് ആദ്യത്തെ കാര്യം. രണ്ടാമത്, പൊതുവിൽ മഹാരാഷ്ട്രയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും സാമ്പത്തിക പുരോഗതി നേടിയിട്ടുള്ള സംസ്ഥാനം, വ്യവസായ തലസ്ഥാനം എന്ന് മുമ്പേ പറയാം. അതോടൊപ്പം മഹാരാഷ്ട്രയിൽ പൊതുവിലുള്ള വികാസങ്ങളെല്ലാം നോക്കുമ്പോൾ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ ഉൾപ്പെടെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് കേന്ദ്ര ഗവൺമെൻറ്റും അതോടൊപ്പം ഇപ്പോൾ ഭരിക്കുന്ന ബി.ജെ.പി. സഖ്യവും കാരണമായിരുന്നു. അതിനെതിരെയുള്ളൊരു വലിയൊരു മൂവ്മെൻറ്റ് അവിടെ കൊണ്ടുവരാൻ MVP-ക്ക് കഴിഞ്ഞിട്ടുണ്ടോ, പ്രതിപക്ഷ സഖ്യത്തിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇവിടെ തീർച്ചയായിട്ടും മറാത്ത സഖ്യത്തിന് പുറമെ ന്യൂനപക്ഷ ക്രോഡീകരണവും ഒരുമിച്ച് വന്നാൽ അതൊരു ഭൂരിപക്ഷമാകുന്നുള്ള കണക്കുകൂട്ടലായിരിക്കാം ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയെയും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിനും ഇത്തരമൊരു മുന്നണി ശക്തിപ്പെടുത്താൻ കാരണമായത്. പക്ഷേ അത് വിജയിച്ചില്ല എന്നാണ് ഈ ഫലങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചന അനുസരിച്ച് നിലവിൽ പറയാൻ പറ്റുന്നത് മഹാരാഷ്ട്രയിൽ മഹായുതി സഖ്യം, അതായത് 2019 സഖ്യം വേറെയാണ് എന്നിരുന്നാൽ പോലും അന്ന് NDA സഖ്യം ബി.ജെ.പിയും ശിവസേനയും ചേർന്നുള്ള സഖ്യം അധികാരത്തിലേക്ക് എത്തിയതിന് സമാനമായ രീതിയിൽ തന്നെ ഇങ്ങനെ പാർട്ടികൾ, അതായത് 4 പാർട്ടികൾ എന്ന് പറയുന്നത് NCPയുടെ 2 പാർട്ടികളും ശിവസേനയുടെ 2 പാർട്ടികളും, അവർ 2 മുന്നണിയിലായി നിൽക്കുന്നു എന്നുള്ള പ്രത്യേകത ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. പാലക്കാട്ടേക്ക് തിരിച്ചു വരികയാണ്. പാലക്കാട് പോളിംഗ് അവസാനിച്ചിട്ടില്ല.